ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട് ഫ്ലക്സ്. എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് നമ്മുടെ എല്ലാവരും കാത്തിരുന്ന മാരേജ് കേട്ടോ. അപ്പോൾ കല്യാണം എൻ്റെ ബ്രദറിൻ്റെ. അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ് കോഡാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡ്രസ് കോഡാണ്. അപ്പോൾ എന്താ കളറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാവൻഡർ കളറാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ റെഡി ആയിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലാവൻഡർ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഇന്നലെ റംഗോലി നൈറ്റിൻ്റെ സ്റ്റേജൊന്നും അഴിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മറ്റേ ഞാനും എൻ്റെ താത്തയും ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ, ലാവൻഡർ. പിന്നെ അത് അങ്ങനെ ദുആ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഓഡിറ്റോറിയത്തിലോട്ട് പോവാം കേട്ടോ. ഇനി നമ്മൾ വണ്ടിയിൽ കയറാൻ വേണ്ടി പോകാൻ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഞാനും കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഫാമിലിയിൽ എല്ലാവരും കൂടിയിട്ട് ബസ്സിലാണ് കേട്ടോ പോയത്. ഉമ്മയും ഉണ്ണിയും വന്നിട്ട് കാറിലാണ് കേട്ടോ വന്നത് ചിന്താൻ്റെ കൂടെ. അപ്പോൾ ഉണ്ണിക്ക് തിരക്കൊക്കെ ആയതുകൊണ്ട് ബസ്സിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ. അങ്ങനെ നമ്മൾ ബസ് എടുത്തു. അപ്പോൾ നമ്മൾ പോണ സമയത്ത് എന്തായാലും ബസ്സിൽ കയറി ഡാൻസ് കളിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് തന്നെ അടിച്ച് പൊളിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതിൻ്റെ വോയിസൊക്കെ കളഞ്ഞ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിതിൽ ഓഡിയോ ഒക്കെ കളഞ്ഞത്. നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ വന്നത്, ഈ ബസ്സിലാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എത്തിയതും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അപ്പം തന്നെ ചെക്കനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തിയ ശേഷമാണ് കേട്ടോ ചെക്കൻ വന്നത്. അപ്പോൾ അങ്ങനെ ചെക്കൻ ഓഡിറ്റോറിയത്തിൽ കയറുന്ന എൻട്രിയൊക്കെയാണ് കേട്ടോ ഇത്.
ഞങ്ങൾക്കൊക്കെ ലാസ്റ്റാണ് കേട്ടോ കയറാൻ പറ്റിയത്. ഫസ്റ്റൊന്നും നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മെല്ലെ മെല്ലെയാണ് കുറച്ച് ഇങ്ങനെ നിന്ന് മെല്ലെ മെല്ലെയാണ് കയറി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ 2 കസിൻസും കൂടെ ബാക്കിൽ പെട്ടു കേട്ടോ ഗൈസ്. ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല, എങ്ങനെയെങ്കിലുമൊക്കെ നോക്കി ഫ്രണ്ടിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ പറ്റിയില്ലായിരുന്നില്ല കേട്ടോ ഗൈസ്. പിന്നെ എനിക്ക് മറ്റേ ബ്രൈഡും ഗ്രൂമും കൂടെ നിന്നിട്ട് ഡാൻസ് സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ കളിക്കണമെന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വേറൊരു താത്താൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയപ്പോൾ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. അതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഈ വീഡിയോ. ഞാനിതൊന്നും എടുത്തിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ കളിക്കുന്ന ടൈമിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നില്ല കേട്ടോ ഫോൺ, വേറെ ആരുടെ കയ്യിലായിരുന്നു കേട്ടോ ഫോൺ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പോയതും അങ്ങനെ അവരുടെ എൻട്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സീറ്റിലൊക്കെ പോയി ഇരുന്നിട്ട് അപ്പത്തിനും ഇവിടെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും ഞങ്ങൾ ഫുഡ് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റെഡിയാണോ തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വേഗം വന്ന് നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ. ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ മട്ടൻ ഫ്രൈയോ അങ്ങനെയൊക്കെ ആയിട്ട് അച്ചാറും സാലഡൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ഫുഡൊക്കെ ഉഷാറായി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സഹറാൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. നമ്മളിത് മീഷോയിൽ നിന്നാണ് എടുത്തത്. അവളുടെ തലയിലിട്ടതും ഒക്കെ മീഷോയിൽ നിന്നാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. ലാവൻഡർ അവൾക്ക് അന്നത്തെ ദിവസം നമ്മൾ കല്യാണത്തിനടക്കം അവൾക്ക് സിമ്പിളായിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തത്. ചൂടൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തത്. പിന്നെ അത് ആ ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം അത് അവിടെ ഐസ്ക്രീമും അതുപോലെ തന്നെ ഗുലാബ് ജാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് ഉള്ളിലോട്ട് വന്നത് അത് അവിടെ മറ്റേ ഗ്രൂമിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിന്നിട്ട് സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കലും അവരുടെ ഡാൻസ് കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ.
ബ്രൈഡും ഗ്രൂമും കൂടിയിട്ട് ഇതവിടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റേജിൽ നിന്നിട്ട് അവർ രണ്ടാളും കൂടെ അതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനൊന്നും പിന്നെ അങ്ങനെ സ്റ്റേജിൽ കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നല്ല തിരക്കായിരുന്നു, സ്റ്റേജിൽ കയറാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിവിടെ ഇരുന്ന് കണ്ട് വീഡിയോ എടുക്കലായിരുന്നു കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ അതങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണ സമയത്ത് ഇത്ര തിരക്കും അതുപോലെ തന്നെ ഇത്ര പേര് ഡാൻസൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ അവിടെ എത്തുമ്പോഴത്തേനും അലിയണത് കൊണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോണ സമയത്തായിരുന്നു കേട്ടോ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിലോട്ട് പോണ സമയത്തായിരുന്നു നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ നിന്നിട്ട് ബസ്സിൽ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ കളിക്കാൻ തന്നെ നേരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞത് ബ്രൈഡും ഗ്രൂമും കൂടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രൂമിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ വന്ന സമയത്ത് കുറച്ചു നേരം അവിടെ നിൽക്ക്, ഇപ്പോൾ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരിനെ നിർത്തിയിട്ട് നമ്മൾ പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയത്. നമ്മുടെ അമ്മായി ഇവിടെ പെൺകുട്ടീനെ വീട്ടിലോട്ട് കൈപിടിച്ച് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവരവിടെ പോയിരുന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് ബൈ.